തിരുവനന്തപുരം ജില്ലയിലെ മണ്ണന്തലയിൽ സഹോദരന്റെ മർദ്ദനമേറ്റു കൊല്ലപ്പെട്ട നന്നാട്ടുകാവ് പന്തലക്കോട് വാഴോട്ട് പൊയ്ക തിരുവോണം വീട്ടിൽ ഷെഫീന 3 ദിവസം ക്രൂര മർദ്ദനങ്ങൾക്കിരയായതായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ഏതാണ്ട് ആ വാർത്ത തന്നെയാണ് 2-3 ദിവസങ്ങളായി ട്രെൻഡിങ്ങിൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. കാരണം പ്രതി സഹോദരനായതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഈ വിഷയത്തിന് പ്രാധാന്യമേറുന്നത്. ഒരു യുവാവുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് സഹോദരൻ ഷംഷാദ് സഹോദരിയെ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 7 മണിക്കായിരുന്നു ദാരുണമായ ഈ സംഭവം അരങ്ങേറുന്നത്. മർദ്ദനത്തിൽ ഷെഫീനയുടെ തലയോട്ടി പൊട്ടി, 2 വശത്തെയും വാരിയെല്ലുകൾ തകർന്നു. വായും മൂക്കും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചിട്ടാണ് ഷംഷാദ് സഹോദരിയെ കൊലപ്പെടുത്തിയത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള പോലീസിന്റെ നിഗമനം. യുവതിയുടെ ശരീരമാസകലം നഖമുപയോഗിച്ച് മാന്തിയതിന്റെ പാടുകളും എമ്പാടുമുണ്ട്. ശരീരത്തിൽ കടിയേറ്റതിന്റെയും പാടുകളുണ്ട്. ചവിട്ടേറ്റ് കൈകൾക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. ശരീരമാസകലം ഇടിയും അടിയും ഏറ്റതിന്റെ പാടുകളുമുണ്ട്. പലതവണ മർദ്ദനവും പിടിവലിയും നടന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ സൂചനകളുണ്ട്. ഒരു ശത്രുവാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കിതിനകത്ത് വലിയ കാര്യമൊന്നും തോന്നത്തില്ല. ഒരു പക്ഷേ നമ്മളിപ്പോൾ കണ്ട കേരളത്തിലെ ക്രൂരമായ കൊലപാതക പരമ്പര എന്ന് തന്നെ പറയാവുന്ന വിഷയമായിരുന്നു നോമ്പിന് ഏതാനും ദിവസങ്ങൾ മുമ്പോ നടന്ന അഫാന്റെ കൊലപാതകം. അതും തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടി തന്നെയാണ് നടക്കുന്നത്. ഇത് മണ്ണന്തലയിൽ. അപ്പൊ അതുപോലും ഒറ്റയടിക്ക് കൊന്നു എന്നാണ് നമ്മൾ കണ്ടത്. മറ്റാരെയും ആയിരുന്നില്ല. ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ചു. ഉമ്മ ചത്തില്ല. കാരണം ഉമ്മ ഇതൊക്കെ കാണാനും അനുഭവിക്കാനും ബാക്കി കിടക്കണമെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ഒരു അനിയൻ ഉണ്ടായിരുന്നു, അവനെയും കൊന്നു. പിന്നെ പ്രേമിച്ച പെണ്ണിനെയും കൊന്നു. പിതാവിന്റെ മാതാവിനെയും കൊന്നു. പിതാവിന്റെ അനുജനെയും ഭാര്യയെയും കൊന്നു. യാതൊരു കൂസലുമില്ലാതെ ഒരു 23-കാരൻ അന്ന് ബിരിയാണി കഴിച്ച് ജയിലിൽ സുഖസുന്ദരമായി ഉറങ്ങുന്നു. തന്നെ സഹായിക്കാത്ത, സാമ്പത്തികമായി ചോദിച്ച സമയത്തൊക്കെ വാരിക്കോരി തന്നിട്ട് അവസാനം തരാത്ത ആളുകളെയൊക്കെ ലക്ഷ്യം വെച്ച് എല്ലാവരെയും കൊന്നു. അതുപോലും ഒറ്റയടിക്കാണ് കൊന്നത് എന്ന ഒരു പ്രിവിലേജ് അവിടെയുണ്ട്. പ്രിവിലേജ് അല്ല, ഇതുപോലെയല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ മലപ്പുറം സ്വദേശിയായ ഒരു യുവാവുമായിട്ടുള്ള സഹോദരിയുടെ ബന്ധമാണ് ഈ കൊലയ്ക്ക് കാരണമായത് എന്നാണ് ഷംഷാദ് പോലീസിന് മൊഴി നൽകിയത്. സംഭവ ദിവസം അപ്പാർട്ട്മെന്റിൽ യുവാവുമായി സഹോദരി വീഡിയോ കോൾ ചെയ്യുന്നത് ഷംഷാദ് കണ്ടു. പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണം ഇതാണ് എന്ന് ഷംഷാദ് പോലീസിനോട് മൊഴി നൽകുന്നു. ചെമ്പഴന്തി അണിയൂരിലെ ഒരു കേസിൽ പ്രതിയായിട്ടുള്ള ഷംഷാദ് പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് മണ്ണന്തല ഇസാഫ് ബാങ്കിന് സമീപത്തെ സ്വകാര്യ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത് ഒളിവിൽ കഴിഞ്ഞത്. 2 കുട്ടികളുടെ മാതാവായ ഷെഫീന ഭർത്താവുമായി പിണങ്ങി മാസങ്ങൾക്ക് മുമ്പ് വീട്ടിലെത്തിയിരുന്നു. സഹോദരിയുടെ കുടുംബ പ്രശ്നത്തിന് കാരണം മറ്റൊരു യുവാവുമായിട്ടുള്ള ചാറ്റിങ്ങും വീഡിയോ കോളുകളുമാണ് എന്ന സംശയം നേരത്തെ തന്നെ ഷംഷാദിനുണ്ടായിരുന്നത്. സംഭവ ദിവസമാണ് വീഡിയോ കോളിനെ കുറിച്ച് ഷംഷാദ് ഷെഫീനയോട് സംസാരിക്കുന്നത്. അങ്ങനെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടാകുന്നു. ആ വാക്ക് തർക്കം ഒടുവിൽ കയ്യാങ്കളിയിലേക്ക് കലാശിക്കുന്നു. അതിന്റെ പര്യവസാനം കൊലപാതകമായിരുന്നു. ഷെഫീനയെ മർദ്ദിച്ചതറിഞ്ഞ് പെരുമാതുറയിലെ വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ മണ്ണന്തലയിലെ അപ്പാർട്ട്മെന്റിൽ എത്തിയപ്പോൾ ഷെഫീന അബോധാവസ്ഥയിലായിരുന്നു. കട്ടിലിനടിയിൽ കിടക്കുന്നതാണ് കാണുന്നത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച മാതാപിതാക്കളെ ഷംഷാദ് ഭീഷണിപ്പെടുത്തി. വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി സ്ത്രീയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. പോലീസ് എത്തുമ്പോൾ അടുത്ത മുറിയിൽ ഷംഷാദും സുഹൃത്ത് ചെമ്പഴന്തി സ്വദേശി വിശാഖും ഉണ്ടായിരുന്നു. മദ്യലഹരിയിലായിരുന്ന 2 പേരെയും പോലീസ് അപ്പോൾ തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. കൊല്ലണമെന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് വിശാഖിനെയും ഒപ്പം കൂട്ടിയത് എന്നാണ് പോലീസ് പറയുന്നത്. പ്രതികളെ ഉടനെ തന്നെ റിമാൻഡ് ചെയ്തു. ഈ സഹോദരൻ കൊലപ്പെടുത്തിയ സ്ത്രീ നേരിട്ടത് ക്രൂരമായ പീഡനമായിരുന്നു. ഈ ഷംഷാദ് സഹോദരിയുടെ വാരിയെല്ല് ചവിട്ടി പൊട്ടിച്ചു, കൈത്തണ്ടകൾ ചവിട്ടി ഓടിച്ചു, യുവതിയുടെ തുടയിൽ നിന്നും മാംസം കടിച്ചെടുത്തെന്നും വ്യക്തമായി. തീർത്തും സൈക്കോയെ പോലെയാണ് ഇയാൾ പെരുമാറിയത് എന്നാണ് വ്യക്തമാകുന്നത്.
ശനിയാഴ്ചയാണ് മണ്ണന്തലയിൽ സഹോദരൻ സഹോദരിയെ തല്ലിക്കൊന്ന വാർത്ത നമ്മൾ കേൾക്കുന്നത്. മണ്ണന്തലയിലെ അപ്പാർട്ട്മെന്റിലെ മുറിയിൽ ഷംഷാദും സുഹൃത്ത് വൈശാഖും ചേർന്നിട്ടാണ് ഷെഫീനയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. സഹോദരിയുമായിട്ടുണ്ടായ വാക്ക് തർക്കമാണ് കൊലപാതകത്തിലെത്തിയത് എന്ന് പ്രാഥമികമായി തന്നെ പോലീസ് വിധിയെഴുതി. കൊല്ലപ്പെട്ടതിന് ശേഷം രണ്ടുപേരും അവിടെ തന്നെ ഇരുന്ന് മദ്യപിച്ചു. സംഭവത്തിൽ സൂചനകൾ കിട്ടി. രണ്ടുപേരുടെയും മാതാപിതാക്കൾ ലോഡ്ജിലെത്തിയപ്പോഴേക്കാണ് മകൾ ബോധരഹിതയായി കിടക്കുന്നത് കാണുന്നത്. ഉടനെ തന്നെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത മാതാപിതാക്കൾ ആംബുലൻസ് വിളിച്ചു വരുത്തി. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ആംബുലൻസിന്റെ ഡ്രൈവറാണ് വിവരം പോലീസിനെ അറിയിക്കുന്നത്. മണ്ണന്തല പോലീസാണ് അപ്പോഴേക്കും സ്ഥലത്തെത്തിയത്. മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഷെഫീന കഴിഞ്ഞ 6 മാസമായി ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു. കൊലപാതകത്തിന് പിന്നിലെ മറ്റ് കാരണങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഷെഫീനയുടെ കുടുംബജീവിതം തകർന്നതിന് കാരണം മറ്റൊരാളുമായിട്ടുള്ള ബന്ധമാണ് എന്നാണ് സഹോദരൻ പറയുന്നത്. ചെമ്പഴന്തി അണിയൂരിൽ വെച്ചിട്ടുള്ള അടിപിടി കേസിലും പ്രതിയാണ് ഇയാൾ. മണ്ണന്തല മരുതൂർ റോഡിന് സമീപം ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് ആ കേസിൽ പിടിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഒളിച്ചു കഴിഞ്ഞത്. സംശയം തോന്നാതിരിക്കാൻ ചികിത്സ ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞ് സഹോദരി ഷെഫീനയെയും ഒപ്പം കൂട്ടുകയായിരുന്നു. ഷെഫീനയുടെ മറ്റു ബന്ധങ്ങൾ ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് എഫ്ഐആർ ഇട്ടു. 2ാം പ്രതിയായിട്ടുള്ള വിശാഖിന്റെ സഹായത്തോടു കൂടിയാണ് സഹോദരൻ ഷംഷാദ് കൊലപാതകം നടത്തിയതെന്നും പോലീസ് കണ്ടെത്തി. യാതൊരു കുറ്റബോധവും ഇല്ലാതെയാണ് ഷംഷാദ് സഹോദരിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കാര്യം പോലീസിന് മുമ്പിൽ സമ്മതിച്ചത്. ചോരയിൽ കുളിച്ചു കിടന്ന മകളെ രക്ഷിക്കാൻ ശ്രമിച്ച മാതാപിതാക്കളെ തടഞ്ഞതും ഷംഷാദ് തന്നെയാണ്. സഹോദരിയുടെ സൗഹൃദങ്ങൾ തന്നെ അസ്വസ്ഥപ്പെടുത്തിയെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. സുഹൃത്തുക്കളെ നിരന്തരം വീഡിയോ കോൾ ചെയ്തിരുന്ന ഷെഫീന ദാമ്പത്യ ജീവിതം സ്വയം നശിപ്പിച്ചതാണെന്നാണ് ഷംഷാദ് വിശ്വസിച്ചത്. ഇതിലെ തർക്കം മർദ്ദനത്തിലേക്കും തുടർന്ന് കൊലപാതകത്തിലേക്കും നയിച്ചു എന്നാണ് പോലീസിന്റെ എഫ്ഐആർ. കഴിഞ്ഞ 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ ഷെഫീന വിവാഹബന്ധം ഉപേക്ഷിച്ച് കുടുംബത്തോടൊപ്പം വന്നിട്ട്. ശനിയാഴ്ചയാണ് പോത്തങ്കോട് ചാത്തൻപാട് കൊച്ചുവീട്ടിൽ ഷെഫീന കൊല്ലപ്പെടുന്നത്. ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന മണ്ണന്തല അത്രക്കാട്ടിൽ എൻക്ലേവ് അപ്പാർട്ട്മെന്റിലായിരുന്നു ഈ സംഭവം. വൈകിട്ട് 4:30 സ്ഥലത്തെത്തിയ മാതാപിതാക്കളായ സലീനയും മുഹമ്മദ് ഷെഫീഖുമാണ് മരണവിവരം ആദ്യം അറിഞ്ഞത്. ഷെഫീനയുടെ ദേഹമാസകലം ആദ്യം തന്നെ മുറിപ്പാടുകൾ മാതാപിതാക്കൾ കണ്ടു. കൊലപാതകം നടന്ന മണ്ണന്തലയിലെ ഹോം സ്റ്റേയിൽ നിന്ന് മൂത്ത സഹോദരൻ ഷംഷാദ് 44 വയസ്സുകാരനാണ്. സുഹൃത്ത് വൈശാഖിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യപിച്ച് ലക്കുകെട്ട നിലയിലായിരുന്നു രണ്ടുപേരുമെന്ന് പോലീസ് പറഞ്ഞു. 14 മുതൽ മണ്ണന്തലയിലെ ഒരു ഹോം സ്റ്റേ അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. 2 മുറികളുള്ള അപ്പാർട്ട്മെന്റിലെ ഒരു മുറിയിലാണ് ഷെഫീനയുടെ മൃതദേഹവും കിടന്നിരുന്നത്. ഇനി ഇതല്ല, ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനം തോന്നി. പക്ഷേ ഇത് ചെയ്തതിന് ശേഷം, അതായത് ഇതെല്ലാ ക്രൂരകൃത്യങ്ങളും ചെയ്തതിന് ശേഷമാണ് മദ്യം കഴിച്ചത്. ഇതൊന്നും മദ്യലഹരിയിലായിരുന്നില്ല. കാരണം ഇങ്ങനെ ചില ഒഴിവ് കഴിവുകൾ നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനത്തിലുണ്ട്. ആദ്യം ഈ അഫാൻ ചെയ്ത കൊലപാതകത്തിലും പറഞ്ഞിരുന്നത് അഫാൻ ലഹരി ഉപയോഗിച്ചു എന്നാണ്. ജീവിതത്തിൽ ഒരിക്കലും അവൻ ലഹരി ഉപയോഗിച്ചിട്ടേ ഇല്ല. മദ്യം കഴിക്കുന്നതിന് മുമ്പാണ് അവൻ അതെല്ലാം ചെയ്തത് എന്ന് ഒടുവിൽ പോലീസ് തന്നെ സ്ഥിരീകരിച്ച വാർത്ത നമ്മൾ കണ്ടു. ഇതും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നന്ദി.